ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERT പാഠഭാഗങ്ങൾ. PSC അടുത്തുള്ള പരീക്ഷകളിലെല്ലാം കൃത്യമായി ആവർത്തിക്കുന്ന SCERTയുടെ പാഠഭാഗങ്ങൾ. പാഠം 5, 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ പുസ്തകം. ആഹാരം ആരോഗ്യത്തിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, രോഗകാരികൾ തുടങ്ങി കുറച്ച് പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഈ ആരോഗ്യകാര്യങ്ങളിൽ നിന്ന്, ആരോഗ്യ പദ്ധതികളിൽ നിന്ന് ഒക്കെയാണ്. അതുകൊണ്ട് ഈ പാഠഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. ആഹാരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പദാർത്ഥം ഉൾപ്പെടുത്തിയാൽ പറ്റില്ല. ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുലവണങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തണം. കൊച്ചുകുട്ടികൾക്ക് ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ധാന്യകം ധാരാളമുള്ളത് നമുക്കറിയാം, നെല്ല്, ഗോതമ്പ് തുടങ്ങിയവ. മത്സ്യങ്ങളിൽ പ്രോട്ടീൻ കൂടുതലുണ്ട്. എണ്ണകളിൽ കൊഴുപ്പ് കൂടുതലുണ്ട്. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ധാതുലവണങ്ങളും വിറ്റമിനുകളും കൂടുതലുണ്ട്. അപ്പോൾ ഓരോ ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളും നമുക്ക് കണ്ടെത്താൻ അറിയാം. ഒന്നാമത്തത് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഈ 3 മൂലകങ്ങൾ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുക. ഇതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഇവയെല്ലാം ധാന്യകങ്ങളുടെ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിലാണ് അന്നജ രൂപത്തിൽ ധാന്യകം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ധാന്യകത്തിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം പ്രധാനമായിട്ടും നമുക്ക് ധാന്യകത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അരി ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണൊരു ചോദ്യം. അന്നജം കുറച്ചെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെന്നിരിക്കണം. അന്നജം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറമുണ്ട്. അങ്ങനെയാണ് അയഡിൻ ഉപയോഗിച്ച് അന്നജം അടങ്ങിയിട്ടുള്ള ആഹാരമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. രണ്ടാമത്തെ ആളാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. ശരീരത്തിൻ്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ഊർജം നൽകുന്നത് അന്നജം, വളർച്ചയ്ക്ക് സഹായിക്കുന്നത് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ധാന്യകം കുറയുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രോട്ടീൻ തന്നെ കുറച്ച് ഊർജോൽപാദനത്തിനും പ്രയോജനപ്പെടുന്നുണ്ട്. അന്നജത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനിൽ എത്തുമ്പോഴത്തേക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇത് രണ്ടും കൂടി അടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാം ഉള്ള വ്യക്തിക്ക് 1 ഗ്രാം പ്രോട്ടീൻ എന്ന രീതിയിൽ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻ ലഭിക്കണം. ക്വാഷിയോർക്കർ അപര്യാപ്തത രോഗമാണ്. പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. പ്രോട്ടീൻ കുറയുന്നത് കൊണ്ട് വരൾച്ച മുരടിക്കുന്ന അവസ്ഥ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചിരിക്കും, പക്ഷേ വയറ് വീർത്തിരിക്കും. ഇതാണ് പ്രോട്ടീൻ്റെ അപര്യാപ്തത രോഗം. ഓരോ ആഹാരവസ്തുക്കളിലും പ്രോട്ടീൻ്റെ അളവാണിവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോട്ടീൻ്റെ അളവ് സത്യത്തിൽ മാംസത്തിൽ പ്രോട്ടീൻ കൂടുതലാണ്. പിന്നെ പറയുമ്പോൾ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ കൂടുതലാണ്. അടുത്തതാണ് കൊഴുപ്പ്. അന്നജം, പ്രോട്ടീൻ, മൂന്നാമത്തത് കൊഴുപ്പ്. കൊഴുപ്പ് ഇല്ലെങ്കിൽ പ്രശ്നമുണ്ട്, പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് പ്രോട്ടീൻ. ഈ പറഞ്ഞ എല്ലാ
ധാന്യകമാണെങ്കിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. ധാന്യകവും പ്രോട്ടീനും ഒക്കെ ആഹാരത്തിന് വേണം. അതിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി കൊഴുപ്പ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പയർ പരിപ്പുകൾ തുടങ്ങിയവയിലാണ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത്. വിവിധ തരം എണ്ണകൾ, നെയ്യ് ഇവയിൽ നിന്ന് പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പാണ് എണ്ണയും നെയ്യുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം പോലെ തന്നെ ഊർജത്തെ നൽകുന്ന ആഹാര ഘടകമാണ് കൊഴുപ്പ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തണം. 6 വിറ്റാമിനാണ് നമ്മൾ കോമൺ ആയിട്ട് അറിയേണ്ടത്: A, B, C, D, E, K. ഇതിൽ A, D, E, K ആ 4 എണ്ണവും ലയിക്കുന്നത് കൊഴുപ്പിലാണ്. കൊഴുപ്പുണ്ടോ എന്നറിയാൻ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് ഉണ്ടെങ്കിൽ അത് നമുക്കറിയാം. നമ്മൾ പഴപ്പൊരി, പരിപ്പ് വട ഒക്കെ മേടിച്ചിട്ട് കൊഴുപ്പിൻ്റെ പ്രശ്നം അറിഞ്ഞിട്ട് അതിലിങ്ങനെ ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞ് ഞെക്കി ആ എണ്ണ മാറ്റി വെച്ച് കഴിക്കുന്നവരുണ്ട്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ സ്വയമായിട്ട് ശരീരവും കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കും. ഇത് ഹൃദ്രോഗത്തിന് കാരണമാകും. അതുകൊണ്ട് കൂടുതൽ കൊഴുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നന്നല്ല. നോർമൽ വാല്യൂ ഓഫ് ബ്ലഡ് ഷുഗറും കൊഴുപ്പുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസവും 295 ഗ്രാം പച്ചക്കറി ഭക്ഷിക്കണം. അതായത് 1/4 കിലോ പച്ചക്കറി. പക്ഷേ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ വെറും 50 ഗ്രാമാണ് പച്ചക്കറി ദിവസവും കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ പഠിച്ചത്, പ്രോട്ടീൻ, പിന്നെ കൊഴുപ്പ് അഥവാ ഫാറ്റ്, ഇനിയും വിറ്റമിൻസ്, ജീവകങ്ങൾ. നമ്മുടെ സിലബസ് തന്നെ അതാണ്: ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റമിൻ അഥവാ ജീവകങ്ങളും ധാതുലവണങ്ങളും. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിലേ ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറി ഇവയാണ് വിറ്റാമിനിൻ്റെയും ധാതുലവണങ്ങളുടെയും കലവറ. പലതരത്തിലുള്ള വിറ്റാമിൻ. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഇവിടുന്ന് ചോദ്യം വരും. ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് KEDA, കേടാ. കൊഴുപ്പ് കേടാണെന്ന് ഓർക്കുക. കൊഴുപ്പ് കേടാണ്. KEDA ഇവർ 4 കൊഴുപ്പിൽ ലയിക്കും. Bയും Cയും ജലത്തിൽ ലയിക്കും. ഇനി D മാത്രം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. വൈറ്റമിൻ D പാലുൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്നു. വൈറ്റമിൻ E സസ്യ എണ്ണകൾ. വൈറ്റമിൻ K ക്യാബേജ്, ചീര, കോളിഫ്ലവർ. വൈറ്റമിൻ A നമുക്കറിയാം ക്യാരറ്റിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ചീര, പാലുൽപ്പന്നം, കരൾ, പയറിൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, മുരിങ്ങയില, ഇലവർഗ്ഗങ്ങളിൽ. C പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. വൈറ്റമിൻ B ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. വൈറ്റമിൻ C ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വൈറ്റമിൻ K മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ E നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. വൈറ്റമിൻ D എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. വൈറ്റമിൻ A കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. ധാന്യങ്ങളുടെ തവിടിലുള്ള വൈറ്റമിൻ B പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നിവ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു പടവായിട്ട് ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നിങ്ങൾ സ്വയം ഇതിനുത്തരം കണ്ടെത്താൻ ശ്രമിക്കുക.
പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നീരാവിയിൽ ലയിച്ച് നഷ്ടപ്പെടും. ഇത് നീരാവിയോടൊപ്പം പുറത്തു പോകാതിരിക്കാനാണ് നമ്മൾ കറി വയ്ക്കുമ്പോൾ അടച്ച് വേവിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇനി ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്. ഇലക്കറികളിലൂടെയാണ് കൂടുതലും മിനറൽസ് ലഭിക്കുക. മിനറൽസ് ഓർത്തിരിക്കണം. ഇരുമ്പ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന്. സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം, മാനസിക വളർച്ച. ഇനിയും ഇവ അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ശരീര വളർച്ച മുരടിക്കുന്നു, മറ്റു പലതരം രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അപര്യാപ്തത രോഗങ്ങൾ. ഈ ബോക്സ് ശ്രദ്ധിക്കണം. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി അപര്യാപ്തത രോഗം വായ്പുണ്ണ്, വായിലെ വ്രണങ്ങൾ. വൈറ്റമിൻ സി സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അഥവാ കണ, അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന അവസ്ഥ. ഇരുമ്പിൻ്റെ അഭാവം, അനീമിയ, രക്തക്കുറവ്, വിളർച്ച. അയഡിൻ്റെ അഭാവം, ഗോയിറ്റർ. ലക്ഷണം തൊണ്ടമുഴ. പോഷകങ്ങളല്ലാതെ ശരീരത്തിന് ആവശ്യമായ ചില ഘടകങ്ങളാണ് ജലവും നാരുകളും. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ഓർത്തിരിക്കണം, തലച്ചോറ് കളിമണ്ണല്ല, 85% ജലമാണ്. രക്തത്തിൽ 90%, എല്ലുകളിൽ 25%. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് തുടങ്ങിയവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നഷ്ടപ്പെടുന്നു. അതിനാൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശുദ്ധജലം കുടിക്കണം. നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ല, പക്ഷേ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നത് ഈ നാരുകളാണ്. അതുകൊണ്ട് നാരടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറി, പച്ചക്കറി, വാഴത്തണ്ട്, വാഴക്കൂമ്പ് ഇവയൊക്കെ നാരുകളുടെ കലവറയാണ്. അതായത് നമ്മുടെ വയറിനുള്ളിലുള്ള വേസ്റ്റ്, വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്യാൻ ഈ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം. ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോഷക ഘടകങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ടോ? സമീകൃത ആഹാരം. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും കൃത്യമായ അല്ലെങ്കിൽ ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. ശരിക്കും നമ്മൾ പാലിനെ സമീകൃത ആഹാരമായിട്ട് പറയുന്നുണ്ട്. ഈ ചാർട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കത്തില്ല. ഏറ്റവും കൂടുതൽ പോഷകമുള്ളത് ധാന്യക ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. പഠന നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിലയിരുത്താനുള്ള ചോദ്യങ്ങളിലും നമുക്കാവശ്യമുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. 5 ഘടകങ്ങൾ: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽസ്. ഈ 5 എണ്ണവും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒരു തവണ കൂടി വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ 1ാം ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.